ഇന്നലത്തെ സ്റ്റാർ യഥാർത്ഥത്തിൽ മറ്റാരുമല്ല മിഖേൽ മെറീനോ തന്നെയാണ്. അദ്ദേഹം നമ്മുടെ ഫ്ലോറിൽ വരട്ടെ. മെറീനോയുടെ കാര്യം എടുത്തു പറയണം. അദ്ദേഹം 4 മാസം കളിക്കളത്തിന് പുറത്തായിരുന്നു പരിക്ക് പറ്റിയിട്ട്. പിന്നെ ലോകകപ്പിലേക്ക് എത്തുന്നു. ആദ്യ മത്സരങ്ങളിലൊന്നും കളിക്കുന്നില്ല. 2 ഗോളുകളാണ് ഈ ലോകകപ്പിലാകെ നേടിയത്. എനിക്ക് 135 മിനിറ്റ് അങ്ങനെ എന്താണ് അദ്ദേഹം ആകെ കളിച്ചിട്ടുള്ളത്. ആ 2 ഗോളുകൾ ഏറ്റവും നിർണായകമായ 2 ഗോള് പോർച്ചുഗലിനെ മറികടന്ന് ക്വാർട്ടറിലേക്ക് എത്തുന്നു. ബെൽജിയത്തെ മറികടന്ന് സെമിയിലേക്ക് എത്തുന്നു. സൂപ്പർ സബ് എന്താണെന്ന് വിളിക്കാൻ കഴിയുന്നതാണ്. അതെ, മെറീനോയുടെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും മെറീനോയെ കുറിച്ച് പറയുമ്പോൾ മെറീനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബൊറൂസിയ ഡോട്ട്മുണ്ടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കാൻ തന്നെ വരുന്നത്. അന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ടിന് വന്ന് കളിക്കാൻ പോയി. എന്നാൽ ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി ന്യൂകാസിൽ കളിക്കൂ. ഇവിടെ എല്ലാം ഒരു തരത്തിലും ബെഞ്ചിലിരിക്കുന്ന ഒരു താരമായിരുന്നു. സ്ഥിരമായിട്ടും ആദ്യ 11-ൽ ഇടം പിടിക്കാതെ പോയിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരു അർത്ഥത്തിലും പിന്നെ പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അദ്ദേഹം. പിന്നീട് കുറേ കാലം അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 30 വയസ്സ് പ്രായമുണ്ടാവും. പിന്നീടാണ് റയൽ സൊസിഡാഡിന് വേണ്ടിയിട്ട് കളിക്കാൻ വരുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പുറത്തെടുക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് കോപ്പ ഡെൽ റേ കിരീടം നേടിക്കൊടുക്കുന്നു. 240-ലേറെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് സൊസിഡാഡിന് വേണ്ടിയിട്ട്. അതിൽ 27 ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ദേശീയ ടീമിലേക്ക് വരുന്നതും ദേശീയ ടീമിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്നതും. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലും അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പോർച്ചുഗലിനെതിരെ നടത്തിയ ആ ഒരു സൂപ്പർ സബ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത് അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ഈ ഡിഫൻസിൽ കാണുന്ന ചില പിഴവുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഒരു പൊക്കം എല്ലാം പരിഗണിച്ച് ഗംഭീരമായ ഹെഡറുകളൊക്കെ. ഇതിലൊരു കാര്യം നമ്മൾ പറയണം, ഇദ്ദേഹം മെറീനോ മിഡ്ഫീൽഡർ ആയിട്ടാണ് പലപ്പോഴും കളിച്ചിരുന്നത്. ആർട്ടേറ്റയുടെ കീഴിൽ എത്തിയിട്ടാണ് അദ്ദേഹം ഒരു സ്ട്രൈക്കർ റോളിലേക്കൊക്കെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും അദ്ദേഹം കൃത്യമായിട്ട് 2 റോളിലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമെന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ആ അവസരത്തിൽ നമുക്ക് ടീമിന് വേണ്ടത് അത്യാവശ്യം മറ്റുള്ള ആളുകളെല്ലാം തളർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഇഞ്ചുറി ടൈമിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ സമയത്ത് വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾ ഇറങ്ങുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. അദ്ദേഹത്തിന് ഇത്തരം വിടവുകൾ കണ്ടെത്താനുള്ള ഒരു മിടുക്ക് കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫ്യൂവൻ്റെ ഉപയോഗിച്ച തന്ത്രം അത് കളത്തിലിറങ്ങി നിമിഷങ്ങൾക്കകം സംഭവിച്ചു. 2 മത്സരത്തിലും അങ്ങനെയാണ്. 2 മത്സരം. അപ്പം സൂപ്പർ സബ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ പര്യായമായി അങ്ങനെയാണ് പറയേണ്ടി വരുന്നത്. അല്ല, ഇതിലൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടേ 6-ാം നമ്പർ ആണല്ലോ അദ്ദേഹത്തിന്റെ ജേഴ്സി. അത് മാറ്റി 9 കൊടുക്കണമെന്നാണ് അവകാശം. റൊണാൾഡോയുടെ മറ്റേ ജേഴ്സിയും ഇദ്ദേഹത്തിന്റെ നമ്മുടെ ബ്രസീലിന്റെ റൊണാൾഡോയുടെ ജേഴ്സി ഇദ്ദേഹത്തിന്റെ തലയൊക്കെ വെച്ചിട്ട് കൃത്യമായ ഫിനിഷിംഗ് ഒരവസരമാണ് കിട്ടുന്നതെങ്കിൽ അത് കൃത്യമായി. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ ഈ ടൂർണമെന്റിലുടനീളം സ്പെയിനിന് സംഭവിച്ചത് മികച്ച ടീമുണ്ട് അവർക്ക്. അവരുടെ ഡിഫൻസ് ആയാലും അവരുടെ മധ്യനിരയിലെല്ലാം കളി നെയ്യുന്ന ടീമുണ്ടെങ്കിലും പോലും ഈ കൃത്യമായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എവിടെയൊക്കെയോ ഒരു പാളിച്ച സംഭവിക്കുന്നുണ്ട്. ഒരു ഫിനിഷിങ്ങിൽ എന്തൊക്കെയോ ഒരു പാളിച്ച പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിനിപ്പോഴും ഒരു കൃത്യമായിട്ട് ഒരാളെ കണ്ടെത്തിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ മെറീനോ വന്ന് സബ് ചെയ്തൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓയർസബാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിറം മങ്ങിയെന്ന് തന്നെ പറയാം. അതിന് തൊട്ടുമുമ്പ് ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങിയപ്പോൾ നിറം മങ്ങിയിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം കളിയിലേക്ക് തിരിച്ചു വരികയും ഗംഭീരമായ പെർഫോമൻസ് നിരവധി ഗോളുകളൊക്കെ അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു. ഇന്നലെ അദ്ദേഹം വീണ്ടും ആ പഴയ ട്രാക്കിലേക്ക് തന്നെ പോവുകയാണ് ഉണ്ടായത്. പിന്നെ ലമിൻ യമാലും പെഡ്രോയും നടത്തിയ നീക്കങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ ഒരുവിധം അവർ രക്ഷപ്പെട്ടു. നമ്മൾ സ്പെയിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ നമ്മൾ ബെൽജിയത്തെ കുറിച്ച് കൂടി സംസാരിക്കണം. മാത്രമല്ല ഇന്നലെ കളി തിരിഞ്ഞൊരു മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഗോൾ കീപ്പർ തിബോ കോർട്ടോയുടെ പരിക്കാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ 2ാം ഗോള് വരില്ലായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു പരിക്ക് വലിയ തിരിച്ചടിയായി. പരിക്ക് ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ടിൽസ്മാൻ്റെ പരിക്ക് മാത്രമല്ല ഒനാന പരിക്കേറ്റ് പുറത്തിരിക്കുന്നത്. മൊത്തത്തിൽ ആ ടീമിൽ അതിന് പുറമെയാണ് ഇവരുടെ ഒരു ഇതിഹാസ ഗോൾ കീപ്പർ എന്നൊക്കെ പറയാവുന്ന ഈ കോട്ടോ പരിക്കേറ്റ് പുറത്തു പോകുന്നത്. അദ്ദേഹം പുറത്തു പോയതിനു ശേഷം പകരക്കാരനായിട്ട് വന്ന ഗോൾ കീപ്പറുടെ ഒരു പിഴവിൽ നിന്നാണ് 2ാമത്തെ ഗോൾ പിറക്കുന്നത്. ആദ്യത്തെ ഗോളും ഇതുപോലെ വന്നതാണെങ്കിലും അത് ഏറെക്കുറെ അത് പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഗോൾ കീപ്പർക്ക് ഒരു പരിചയക്കുറവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിക്ക് ഒരു വില്ലനായിട്ടുണ്ട്. അവരുടെ ക്യാപ്റ്റനെയും വനാനെയും ഒക്കെ ഉൾപ്പെടെ പരിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി കൂടിയായിരുന്നു അത്. മാത്രമല്ല ഇവർ ബെൽജിയം ഇപ്പോൾ കളം വിടുമ്പോൾ ഒരു സുവർണ തലമുറ അവിടെ നിന്ന് പടിയിറങ്ങിയിട്ടില്ല. ഇനി കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ലുക്കാക്കു ആയിക്കോട്ടെ ഈ കോട്ടോ ആയിക്കോട്ടെ ഇവരൊന്നും ഇനി കളിക്കാനുള്ളൊരു സാധ്യത ഇല്ല.
അവരുടെ ഒരു സുവർണ്ണ തലമുറ പടിയിറങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടങ്ങളും ബാക്കിയുണ്ട്. കാരണം ഇതുവരെ ഒരു കിരീടം ലോക അവർ ഏറ്റവും നിരാശപ്പെടുന്നത് 2018 കിരീടം നഷ്ടപ്പെട്ടു പോയതായിരിക്കും. അതോ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ബ്രസീലിനൊക്കെ തോൽപ്പിച്ചാണ് അവർ വരുന്നത്. പക്ഷേ അവർക്ക് അന്നും കിരീടത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളത്. അതാണ് അവർ കിരീടം അത് യൂറോ കപ്പും അവർക്ക് ഇപ്പോഴും യൂറോ കപ്പും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സങ്കടം അവർക്ക് ബാക്കിയുണ്ട്. മാത്രമല്ല അവർ ഏതാണ്ട് 2 വർഷത്തോളം 2-3 വർഷത്തോളം തുടർച്ചയായി ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന ടീമാണ്. എന്നിട്ട് പോലും ഒരു പ്രധാന കിരീടങ്ങളൊന്നും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടം ബാക്കിയുണ്ട്. അവരുടെ ഏറ്റവും വലിയൊരു സുവർണ്ണ തലമുറയുള്ള സമയത്ത് പോലും അവർക്കത് സാധിച്ചിട്ടില്ല എന്നുള്ള ഇത് ബാക്കിയാക്കിയാണ് അവർ മടങ്ങിപ്പോകുന്നത്.